5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വേടനും ശരി, ശശികല ടീച്ചറും ശരി, NR മധുവും ശരി. കുഴപ്പം നമ്മൾ മാപ്രകളാണ്. വേടൻ പാടുന്നു, പാടട്ടെ. അയാൾ റാപ്പ് സംഗീതമാണ് പാടുന്നത്, നല്ല കാര്യം. അത് ശശികല ടീച്ചറിന് ഇഷ്ടപ്പെട്ടില്ല, നല്ല കാര്യം. ടീച്ചർ ഉടനെ തന്നെ ഒരു അടുത്ത പൊതുയോഗത്തിൽ പറഞ്ഞു, ഇവൻ ഇന്ന ആളാണ്, കഞ്ചാവ് അടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ചില വാക്കുകളൊക്കെ വെച്ച് ഞാനത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ NR മധുവിനും അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഈ ചരിത്രമൊക്കെ തോണ്ടിപ്പറക്കി എടുത്തുകൊണ്ട് വന്നു. പിന്നെ പുലയന്മാരെന്ന് പറഞ്ഞ വലിയ ആഠ്യത്വമുള്ളവരായിരുന്നു, അതുകൊണ്ട് ഈ ആ വിഭാഗത്തിൽപ്പെട്ട വേടൻ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് NR മധു കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് ഒരു RSS വേഴ്സസ് വേടൻ. വേടന്റെ പിന്നിൽ സുഡാപ്പികളുണ്ടെന്ന് പറയുന്നു, പിന്നെ കൊങ്ങികളുണ്ടെന്ന് പറയുന്നു, ദളിത് മുന്നേറ്റക്കാരുണ്ടെന്ന് പറയുന്നു, മുസ്ലിംസിലെ തീവ്ര വിഭാഗം, മുസ്ലിംസിലെ എല്ലാ വിഭാഗം ഉള്ളതായിട്ട് പറയുന്നില്ല, ഒരു തീവ്ര വിഭാഗം ആളുകൾ വേടന്റെ പിന്നിൽ ഉണ്ട്, ജിഹാദികൾ എന്നൊക്കെ പറയുന്നു. എനിക്ക് അതിന്റെ കൃത്യമായ ടൈം ടേബിളും ഞാൻ CBI അല്ലാത്തതുകൊണ്ട് എനിക്ക് വിവരങ്ങളില്ല. പക്ഷെ പേരുകൾ പറയുന്നു, ജിഹാദികൾ, ഇങ്ങനെ പല പേരുകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും. അവർ ഒരു വശത്ത് തെയ്യം, തിറ, ഓട്ടംതുള്ളൽ, മറുവശത്ത് RSSന്റെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട കുറെ ആൾ. അതിലും എല്ലാവരും ഒന്നുമില്ല, വളരെ പ്രമുഖരൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ആളുകൾ ഈ അഭിപ്രായം പറയുന്നു. ഞാൻ പറയുന്നത് ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. ഒരു ജനാധിപത്യ സമൂഹം, 140 കോടി ആളുകൾ, ആയിരക്കണക്കിന് ഭാഷകൾ, 10,000കണക്കിന് വേഷവിധാനങ്ങൾ, ഒരുപാട് ചിന്തകൾ, ആയിരക്കണക്കിന് ഭക്ഷണ രീതികൾ. ഇത് ആളുകൾ തെരുവ് നാടകം വന്നു, തെരുവ് പാട്ടുകൾ വന്നു, റാപ്പ് സംഗീതം വന്നു, സെക്സ് സംഗീതം വരുന്നു, സെക്സ് മ്യൂസിക് വരുന്നു, എന്തൊക്കെ വരുന്നു ഇവിടെ. വരട്ടെന്നേ, അയാൾ പാടട്ടെ, അയാളുടെ പാട്ട് ഇഷ്ടമുള്ള കുറച്ച് പേര് കേൾക്കട്ടെ, താല്പര്യമുള്ളവർ പോയി ഡാൻസ് ചെയ്യട്ടെ, അത്ര തന്നെ. അതിന് ആരെങ്കിലും കമന്റ് പറയണേ പറയട്ടെ. പക്ഷെ ഇതിനെല്ലാം എടുത്ത് അലക്കി വെളുപ്പിച്ച് ഇതിനെ പകലില്ലാതെ അന്തിച്ചർച്ച നടത്തി, അടുപ്പൂട്ടി ചർച്ച നടത്തി, ഇതെല്ലാം ഇപ്പം ബ്രാഹ്മണിക്കലെല്ലാം ഇപ്പൊ ശരിയാക്കാം. ഉടൻ തന്നെ നമ്മുടെ രാഘവീശ്വർ വരുന്നു, ബ്രാഹ്മണിക്കലും ബ്രാഹ്മണത്വവും ഒന്നല്ല, രണ്ടിലും ബ്രായ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒന്നല്ല, ബ്രാഹ്മണ എന്ന് രണ്ടിലും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒന്നല്ല, തുടക്കം ബ്ര എന്ന് പറയുന്ന അക്ഷരത്തിലാണ് എന്ന് വിചാരിച്ച് അങ്ങനല്ല. ഉടനെ വരുന്നു, എന്തിനാന്നേ 2% വരുന്ന ബ്രാഹ്മണന്മാരെ എന്ത് വന്നാലും തെറി പറയും. ആ പടം 2% ഉള്ളൂ ഇന്ത്യയിൽ. ഇപ്പോൾ കേരളത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2-2.5% ബ്രാഹ്മണന്മാരേ ഉള്ളൂ. അവര് തന്നെ ഇപ്പൊ അമ്പലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ 75% നായന്മാരാണ്. അവരൊരു 10-12% മാത്രമേ, അവർ ആ 2%-ൽ 5-10% മാത്രമേ, 10-12% താഴെ മാത്രമേ അമ്പലങ്ങളിലുള്ളൂ. പോറ്റിമാരായിട്ടൊക്കെ ഉള്ളതിൽ കുറച്ച് കൂടുതലുണ്ട്. ബാക്കി ബ്രാഹ്മണന്മാരൊന്നും വേറെടുത്തും ഇല്ല. എന്നാലും കുറെ ബ്രാഹ്മണന്മാരെ തെറി പറയുക, ഇങ്ങനെ RSS വേറെ വഴിക്ക് പോവുക, സംഘികൾ വേറെ വഴിക്ക് പോവുക, വേടന്മാരുടെ കൂടെ ഉള്ള വേടൻ ഇടയ്ക്കിടയ്ക്ക് വരും, വേടൻ പ്രസ്താവനകൾ നടത്തും, അംബേദ്കറുടെ പാർട്ടിയാന്ന് പറയും, അംബേദ്കർ എന്ന് പറയും. വേണ്ട ബഹളമാണ്, ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ ചോദിക്കും, താങ്കൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്ത്, കാര്യമില്ല എന്ന് പറയാനാണ്? അതെ, ഇതൊരു കാര്യമില്ല. നിങ്ങൾ എല്ലാവരും സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിക്കുക. ശശികല ടീച്ചറിന് പറയാനുള്ളത് ശശികല ടീച്ചറിന്റെ ആളുകളോട് പറയട്ടെ, വേടന് പറയാനുള്ളത് വേടന്റെ ആളുകളോട് പറയട്ടെ. ബാക്കിയുള്ളവർക്ക് അവരവരെ വേദികളിൽ, അടച്ച വേദികളിലും തുറന്ന വേദികളിലുമാണ് സംസാരിക്കുന്നത്. ഇതൊന്നും കേട്ട് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. വേടൻ പാടിക്കോ, ശശികല ടീച്ചറെ വിമർശിച്ചോളൂ, നന്നായി കാര്യങ്ങൾ നടക്കട്ടെ. ജനാധിപത്യത്തിൽ ശരി എന്നുള്ളത് ഇവിടെ നിലനിൽക്കും, പ്രകൃതിക്ക് അനുകൂലമായത് നിലനിൽക്കും, അല്ലാത്തത് പോകും. പിന്നെ ഹിന്ദു മതത്തിലെ മാത്രമേ, അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിലുള്ളവരെ മാത്രമേ തെറി പറയുന്നുള്ളൂ വേടൻ. മുസ്ലിങ്ങളിലും ഒരുപാട് കുഴപ്പങ്ങളും, ക്രിസ്ത്യാനിസിലും ഒരുപാട് ഫ്രാക്ഷനൊക്കെ ഉണ്ടല്ലോ, സുന്നി ഷിയ തർക്കം വഴക്ക് ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ. മുസ്ലിംസിലും ഉണ്ട് പ്രശ്നങ്ങൾ. ക്രിസ്ത്യാനികളിലും എത്രയോ വിഭാഗങ്ങൾ, പള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ തർക്കിക്കുന്ന എത്രയോ വിഭാഗങ്ങളുണ്ട്. പക്ഷെ അവരെ കുറിച്ചൊന്നും വേടൻ പറയുന്നില്ല. അപ്പോൾ അത് വേടന് തല്ല് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത് എന്നുള്ള വേറൊരു വാദം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേടന് ഇഷ്ടമുള്ളത് പറയട്ടെ. അപ്പൊ വേടൻ പറയുമ്പോ വേടന്റെ ഭാഷ, വേടന്റെ ആ ശൈലി, ഇതൊക്കെ വേടൻ ശ്രദ്ധിച്ച് പറഞ്ഞാൽ വേടൻ കൃത്യമായി കൂടുതൽ കാലം പറഞ്ഞു. അത് പ്രകൃതി നിയമമാണ്. ഒരു ദിവസം കൊണ്ട് ഒരു വേടൻ വിചാരിച്ചാലോ, ഒരു അംബേദ്കർ വിചാരിച്ചിട്ട് മൊത്തം മാറ്റാൻ പറ്റിയോ, അയ്യങ്കാളി വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റിയോ? ഇനി വേടൻ വിചാരിച്ചാലോ അങ്ങനെ മാറില്ല. ഇതൊക്കെ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. ഇതിന് അതിൻ്റെതായ ഓരോ കാര്യങ്ങൾ, കല്ല് പൊടിഞ്ഞ് മണ്ണാകുന്നത് പോലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിൽ ചില ട്രെൻഡുകളിൽ കാര്യങ്ങൾ നടക്കും. അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി നമ്മൾ. അല്ലാതെ
ഇതെല്ലാം കൂടി നാളെ ഇവിടെ സാമൂഹ്യ പരിഷ്കരണവും നവോത്ഥാനവും ഒക്കെ നടന്നു കളയുമെന്നും ഈ 4 പാട്ട് കേട്ടുള്ള ആളുകളെല്ലാം കൊണ്ട് ജാതി മാറിക്കളയുമെന്നും ഇവിടുത്തെ ബ്രാഹ്മണത്വവും നായരിസവും കമ്മ്യൂണിസവും എല്ലാം അങ്ങ് തീരുമെന്നും എല്ലാവരും യഹോദര സഹോദരങ്ങളെ പോലെ ഒരു പാത്രത്തിരുന്ന് ഉണ്ടോന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇങ്ങനെയൊക്കെ നടക്കും. അതുകൊണ്ട് സംഘികളെ അടങ്ങുക, വേടനും അടങ്ങുക, വേടന്റെ കൂട്ടരും. വേടൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയല്ല. വേടന്റെ വിഭാഗക്കാരും അടങ്ങുക. കേസ് എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ വേടൻ ഇനി അത് ഒരു പ്രതിസന്ധിയാണ് വേടനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇതാണ് സമൂഹം. ഒരു വേടൻ മനസ്സിലാക്കേണ്ടത്, ഇനി വരുന്ന വേടന്മാർ മനസ്സിലാക്കേണ്ടത് ഇതാണ് സമൂഹം. കുറച്ചു പേര് നമ്മളെ പൊക്കിയടിക്കും, കുറച്ചു പേരെ നമ്മളെ തലയ്ക്കടിക്കും. പൊക്കിയടിക്കുന്നവരും തലയ്ക്കടിക്കുന്നവരും എല്ലാം കൂടി നമ്മളെ ഒരു ദിവസം കിടത്തും. സമൂഹം എങ്ങനെയാണോ നമ്മളെ കൊണ്ടു നടന്നതും ഞാനേ എടുത്ത് റോഡിലെറിയുന്നത് ഞാനേ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി വേടന്മാർ മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും ഇപ്പൊ തൽക്കാലം വേടന്റെ സമയമാണ്. 5 വർഷത്തിന് മുമ്പ് ഇട്ട പാട്ട് പോലും ഇപ്പോഴാണ് കയറി ഹിറ്റായത്. അദ്ദേഹത്തിനെ പിടിച്ച് കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലും ഒക്കെ പിടിച്ച് വിവാദങ്ങളായപ്പോഴാണ് വേടന്റെ 5 വർഷം മുമ്പുള്ള പാട്ടിനെതിരെ വരെ കേസ് വരുന്നത്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ സംഗീതമായി പോയതാണ്. ഇപ്പൊ എന്തായാലും വേടൻ കേരളത്തിലെ വലിയ സെലിബ്രിറ്റിയാണ്. ഒരുപാട് കാമുകിമാരും പ്രണയിക്കുന്നവരും സ്നേഹിക്കുന്നവരും, അമ്മമാരുടെ മകനും, ചേച്ചിമാർക്ക് അനിയനും, ചേട്ടന്മാർക്ക് അനിയൻ, കൊച്ചുപിള്ളേർക്ക് ചേട്ടൻ, വലിയ ആളുകൾക്ക് മകൻ, പല ബന്ധങ്ങൾ വെച്ചുകൊണ്ട് വേടൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ആശങ്ക ജാസി ഗിഫ്റ്റിനെ പോലെ, കലാഭവൻ മണി മരിച്ചുപോയി, പക്ഷെ ജാസി ഗിഫ്റ്റിനെ പോലെ അതുപോലെ ഷക്കീലയെ പോലെ പല ആളുകൾ ഞാൻ ഷക്കീലയുടെ മോശമായിട്ടുള്ള പറഞ്ഞു, പോസിറ്റീവായിട്ട് പറയുന്നത് ഒരു നടി എന്നുള്ള നിലയിൽ പറഞ്ഞു പോലെ വന്ന ഒരുപാട്, ഏത് രൂപത്തിൽ വന്നാലും ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം ട്രെൻഡാണ്. ട്രെൻഡ് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. അങ്ങനെ ട്രെൻഡിൽ പെട്ടു പോകരുത്. അങ്ങനെ പെട്ടുപോയാൽ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് പൊലിഞ്ഞു പോകും. അതായിരിക്കും എല്ലാവരും ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം വീണ്ടും സമൂഹം കത്തട്ടെ, തമ്മിലടിക്കട്ടെ, സംഘികളും വേടന്മാരും ഉണ്ടാകട്ടെ, നമുക്ക് കൈ ചൊറഞ്ഞ് രസിക്കാം. ഇങ്ങനെ ആക്കുമല്ലോ, കൈ ചൊറഞ്ഞ് നമുക്ക് രസിക്കാമെന്ന് വിചാരിക്കുന്ന 3ാം കക്ഷി വിഭാഗവും ഉണ്ട്. അതും കൂടെ അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.